സത്യം പറഞ്ഞാൽ വേടനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ഈ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് അതിനുശേഷം പുലിപ്പല്ലി വിഷയത്തിൽ വിവാദമായപ്പോഴാണ് കേട്ടോ. വേടൻ്റെ പാട്ടുകൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ആഴത്തിലേക്ക് അല്ലെങ്കിൽ ആ വരികളുടെ ആഴം മനസ്സിലാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. അത് തെറ്റായിപ്പോയെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ ഒരു എന്താ പറയുക, അടിമത്തത്തിനെതിരെ, അസമത്വത്തിനെതിരെ, ജാതി വെറിക്കെതിരെ, വെറിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാളിയാണെന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. പക്ഷെ എൻ്റെ കുട്ടികളെപ്പോഴും ഈ പാട്ടുകൾ വെച്ച് ഇവിടുന്ന് അതിൻ്റെ കൂടെ തുള്ളാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് ഞാൻ പലപ്പോഴും പറയും, ആ സൗണ്ടൊന്ന് കുറച്ച് വെക്ക് എന്ന് പറയും മക്കളോട്. ആ ഉമ്മക്ക് അറിയില്ല ഈ പാട്ടിൻ്റെ സൗന്ദര്യം കുറച്ച് ശബ്ദത്തിൽ കേൾക്കുന്നതാണെന്ന് പറയും എൻ്റെ കുട്ടികൾ എന്നോട്. പക്ഷെ ഞാനിത് ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ വല്ല ശബ്ദകോലാഹലം എന്നുള്ള രീതിയിൽ ഞാൻ അവരെ ചീത്ത പറയാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ വേടനെ ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൽ വേടൻ്റെ വരികൾ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കുന്നത് ഈ വിവാദത്തിന് ശേഷമാണ്. അപ്പോൾ ഒരുപാട് വേടനോട് ഇഷ്ടം തോന്നുകയും ഒരുപാട് ബഹുമാനം തോന്നുകയും ആ പോരാളിക്കൊപ്പം നിൽക്കണം തോന്നുകയും ഒക്കെ ചെയ്തു. ഈ നൂറ്റാണ്ടിലും അസമത്വത്തിനെതിരെ, ജീർണതക്കെതിരെ പോരാടുന്ന കാരണം എല്ലാവരും നാടോടുമ്പോൾ നടുവേ എന്ന് പറയും പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് തൻ്റെ തൂലികയിലൂടെ, തൻ്റെ പാട്ടിലൂടെ താൻ അനുഭവിച്ച പ്രയാസങ്ങളെ, നേരിട്ട തീച്ചൂളകളെ, അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവൻ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനാണ് എൻ്റെ മനസ്സിന് തോന്നിയത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളെ വീഡിയോസ് ഇപ്പം ഇന്നലെ നമ്മൾ ഇടുക്കിയിൽ, ഞാൻ ഇന്നലെ ഫുള്ള് ലൈവായിട്ട് കണ്ടു. ഇടുക്കിയിൽ വേടൻ വന്നതും പാട്ട് പാടിയതും ജനസാഗരങ്ങൾ അത് ഏറ്റുപാടിയതും സ്വീകരിച്ചതും ഒക്കെ. അപ്പോൾ ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയോട് ഇത്ര ബഹുമാനമൊക്കെ തോന്നേണ്ട ആവശ്യമുണ്ടോയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഉപയോഗിക്കുന്നതിനോടോ കള്ള് കുടിക്കുന്നതിനോടോ എനിക്ക് യോജിപ്പില്ല. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷെ അദ്ദേഹം അത് തിരുത്താമെന്ന് പറഞ്ഞ ആ വലിയ മനസ്സിനോട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനാണ്, എൻ്റെ ഭാഗത്ത് ചില തെറ്റുകളുണ്ട്, അത് തിരുത്തപ്പെടാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത് തിരുത്തപ്പെടാനുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ മറ്റാർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തിട്ടില്ല, അത് ഞാൻ അറിഞ്ഞിട്ടില്ല, അത് എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്, എന്നെ ഒരുപക്ഷെ വേടന് പറയാമായിരുന്നു ഫ്ലാറ്റിൽ മറ്റു സുഹൃത്തുക്കൾ ചെയ്തതാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. സ്വയം ഏറ്റെടുത്തു, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടെ തന്നെ അവൻ തന്നെ കേൾക്കുന്നവരോട്, തന്നെ സ്നേഹിക്കുന്നവരോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ചില തെറ്റുകളുണ്ട്, അത് നിങ്ങൾ അനുകരിക്കരുത്. അപ്പോൾ ചില ആളുകളൊക്കെ വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ പോസ്റ്റ് ഇട്ടു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, യൂട്യൂബിൽ വീഡിയോ ഇട്ടു. ഞാൻ ആ വീഡിയോ ഇപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ കണ്ടു. അതായത് ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരാളെ ഒരു പൊതു വേദിയിൽ സർക്കാർ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതെത്രമാത്രം അപഹാസ്യമാണ് എന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനു മുന്നേ എത്രമാത്രം സെലിബ്രിറ്റികൾ, അധികാര കസേരയിലിരിക്കുന്നവർ അഴിമതി നടത്തി ഒരുപാട് സ്ത്രീ പീഡന കേസിൽ ഉൾപ്പെട്ടും ഒരുപാട് പ്രതികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്താ പറയുക, ഉന്നത അധികാരത്തിൽ നിൽക്കുന്നവരല്ലേ, അവരൊക്കെ നമ്മൾ തള്ളി മാറ്റിയോ? പിന്നെ വേടനും ഒരു ജാമ്യത്തിൽ വിടാവുന്ന മാത്രം കയ്യിൽ കഞ്ചാവ് വെച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഈ പൊതുവേദിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം ഒരു പൊതുസമൂഹത്തിലെ അദ്ദേഹം ചെയ്ത തെറ്റാണ്, ആ തെറ്റിനൊരിക്കലും ന്യായീകരിക്കുന്നത്. പക്ഷെ അദ്ദേഹം തെറ്റ് തിരുത്താൻ തയ്യാറായി എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ? അത് പൊതുസമൂഹത്തിൽ മുന്നിൽ വിളിച്ചു പറയുമ്പോൾ അതിലൂടെ ഇൻഫ്ലുവൻസ് ആവുന്ന ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ? പക്ഷെ വേടൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം തീരുമാനം. ഇപ്പോൾ ഞാൻ വിചാരിച്ച് എന്താണ് റാപ്പ്? സത്യം പറഞ്ഞാൽ റാപ്പ് സംഗീതത്തെക്കുറിച്ചൊന്നും ഞാൻ അത്ര ആഴത്തിലൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല, ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്താ വെച്ചാൽ 1970കളിൽ 60-70 കാലഘട്ടത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് റാപ്പർ അല്ലെങ്കിൽ റാപ്പ് സംഗീതം ഉണ്ടാവുന്നതെന്നാണ്. നമുക്കറിയാം തെക്കൻ ആഫ്രിക്ക, വടക്കൻ ആഫ്രിക്ക എന്നൊക്കെ പറയുമ്പം അസമത്വത്തിൻ്റെ, അനീതിയുടെ, ജീർണതയുടെ, വർണ്ണവെറിയുടെ ഒക്കെ ഒരു കേന്ദ്രമാണ്. അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ മനുഷ്യൻ തന്നിലൂടെ കടന്നു പോകുമ്പോൾ അവൻ പാട്ടുകളിലൂടെയാണ്, അവൻ തൻ്റെ റാപ്പ് സംഗീതത്തിലൂടെയാണ് ലോകത്തോട് താൻ നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ആഫ്രിക്കൻ പാട്ട്, നമുക്ക് ആ ഭാഷ ഒന്നും മനസ്സിലാവില്ല സത്യമായിട്ടും. പലപ്പോഴും നമ്മൾ ആഫ്രിക്കൻ പാട്ടുകൾ നമ്മൾ കേട്ട് ആസ്വദിക്കാറുണ്ട്. ഭാഷയും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലെങ്കിലും അതിലെ സംഗീതം നമ്മളെ അതിലേക്ക് ആകർഷിക്കാറുണ്ട്.
അതുപോലെ തന്നെ വേടൻ്റെ സംഗീതം വേട്ടയാടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് തൻ്റെ കവിതയിലൂടെ സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, കാടുകട്ടവൻ്റെ നീട്ടിൽ ചോറ് കട്ടവൻ മരിക്കും. എത്ര അർത്ഥവത്തായ വരികളാണ്. കാരണം നമുക്കൊക്കെ അറിയാം, അട്ടപ്പാടിയിൽ മധു മരിച്ചപ്പോൾ, ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ആ വേദന ഉണ്ടോയെന്ന് എനിക്കറിയില്ല, മധുവിൻ്റെ ചിത്രം കാണുന്ന സമയത്ത് ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലാണ്. മറ്റൊന്നുമല്ല, ദാരിദ്ര്യം കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കട്ടവനെ കൂട്ടം ചേർന്ന് തല്ലിക്കൊന്ന ആളുകൾ ഇപ്പോഴും വിലസി നടക്കുകയാണ്. ആ സമൂഹത്തിലാണ് ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട, അല്ലെങ്കിൽ പുലിനകം മാലയായി സ്വീകരിച്ച ഒരു വേടനെ ജാമ്യമില്ലാ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. മധുവിനെ കൊന്നവർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ആർക്കെങ്കിലും ഉത്തരമുണ്ടോ? കാരണം അദ്ദേഹം തൻ്റെ വിശപ്പടക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കട്ടെടുത്തപ്പോൾ, അതായത് ഇത്തരം ആദിവാസി ഗോത്രവർഗ്ഗങ്ങൾ, പട്ടികജാതി വർഗ്ഗങ്ങൾക്കിടയിൽപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അവർക്ക് മരണമാണ് ശിക്ഷ എന്ന് പറയും വിധമായിരുന്നു ആ ശിക്ഷ. കോടികൾ കട്ടിട്ട് അധികാര കസേരയിൽ ഇരിക്കുന്നവരെ തല്ലിക്കൊല്ലാൻ ഒരാളും ഇല്ലാത്ത ഈ ലോകത്ത് ഒരു നേരത്തെ അന്നം കഴിച്ചവനെ തല്ലിക്കൊല്ലാൻ ഒരു കൂട്ടം ആളുകളുണ്ടായി എന്നുള്ളതാണ്. അധികാരവും പണവും കയ്യിലുള്ളവർ എന്തു ചെയ്യുന്ന സമയത്ത് അത് നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്ന നമ്മൾ പാവപ്പെട്ടവൻ്റെ നെഞ്ചിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നില്ല, ഈ പാവപ്പെട്ടവനേക്കാൾ ഏറെ കള്ളത്തരം ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് മുമ്പിലൂടെയാണ് നമ്മളെന്നും അഭിമാനത്തോടെ ജീവിച്ചു പോകുന്നതെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മനോഭാവത്തിലുള്ള വ്യത്യാസമാണ്. അതായത് ആദ്യകാലം മുതലേ ഇപ്പം നമ്മൾക്ക് അയ്യങ്കാളിൻ്റെ ചരിത്രമൊക്കെ അറിയാം. അയ്യങ്കാളി എന്ന വീരസാഹസിക പുരുഷൻ എത്രമാത്രം സഹിച്ചിട്ടാണ്, അല്ലെങ്കിൽ താൻ ജനിച്ചു വളർന്ന സമുദായത്തിന് വേണ്ടി അഹോരാത്രം തൻ്റെ ജീവൻ പൊലിയുന്ന നാൾ വരെ പോരാടിക്കൊണ്ടിരുന്ന ഒരു പോരാളിയായിരുന്നു. ഇന്നും ചരിത്ര താളുകളിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു പേരാണ് മഹാത്മാ അയ്യങ്കാളി. അയ്യങ്കാളിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പാഠപുസ്തകങ്ങളിൽ ചരിത്രം പഠിച്ച സമയത്ത് നമ്മളെ രോമാഞ്ചം കൊള്ളിച്ച ഒരാളായിരുന്നു അയ്യങ്കാളി. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കറുത്തവർക്ക് വേണ്ടി, അടിമത്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ജാതിവെറി അനുഭവിക്കുന്നവർക്ക് വേണ്ടി, വർണ്ണവെറി അനുഭവിക്കുന്നവർക്ക് വേണ്ടി പോരാടി തീർന്നവർ. അവരെക്കുറിച്ചൊക്കെ ചരിത്രരേഖകളിൽ അതവിടെ മായാതെ കിടക്കുന്ന സമയത്തും ഇന്നും നമ്മൾ അതേ വർണ്ണവെറിയുമായി ജാതിവെറിയുമായി ജീവിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട്. അതിനുവേണ്ടി ഈ 2025 പോരാടിക്കൊണ്ടിരിക്കാൻ വേടൻ എന്നൊരു വ്യക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ ആശ്ചര്യപ്പെടുത്തേണ്ട ഒരു വസ്തുതയാണ്. കാരണം ഇന്നും ലോകം ഒരുപാട് പുരോഗമിച്ചു, ശാസ്ത്രീയമായിട്ട് ഒരുപാട് പുരോഗമിച്ചു, ലോകത്താകമാനം മനുഷ്യർക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷേ ഇന്നും മനുഷ്യർക്കിടയിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ് വർണ്ണവെറിയും ജാതിവെറിയും ഒക്കെ. ഇത് നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത്. തൊലിനിറം കൂടിയതിനോട് വല്ലാത്തൊരു ആഭിമുഖ്യം നമുക്കിടയിൽ എന്നും ഉണ്ട്. അതില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ പറയുകയാണ്. കാരണം ഇത്രമാത്രം കോസ്മെറ്റിക് സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തൊക്കെ തന്നെയാണ്. നമ്മൾ ഏതൊരു യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാലും, ഏതൊരു ചാനൽ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടായിരുന്നില്ല, റീച്ച് ഉണ്ടായിരിക്കുന്നത് വെളുക്കാൻ എന്ത് ചെയ്യണം, അല്ലേ, കറുപ്പ് നിറം മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. കറുപ്പ് വളരെ വളരെ ഏഴഴകുള്ളതാണെന്നൊക്കെ നമ്മൾ പാടി പുകഴ്ത്തുമെങ്കിലും സ്വന്തം ജീവിതത്തിലേക്കൊരു കാര്യം വരുന്ന സമയത്ത് വെളുപ്പിനെ തേടിപ്പിടിക്കാനാണ് എല്ലാവരും എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഒരു പരസ്യത്തിനാവട്ടെ, ഒരു സിനിമ, ഒരു ആക്ടറാവട്ടെ, ആക്ട്രസ് ആവട്ടെ, എവിടെയാണ് ഒരു കറുത്തവൻ നായികയായിട്ടും നായകനായി വന്നിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിട്ടുള്ളത്? ഒരു കറുത്ത നായിക വന്നിട്ടുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടേയില്ല. ഇനി ഞാൻ കാണാതെ പോയതാണെന്ന് അറിഞ്ഞൂടാ, മറ്റ് ഭാഷകളിലൊക്കെ ഉണ്ടാവാം, മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു കറുത്ത നായികയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തൊലി കുറച്ച് നിറം കുറഞ്ഞാണെങ്കിൽ അതിന് മേക്കപ്പ് ചെയ്ത് വെളുപ്പിച്ചിട്ടല്ലേ സ്ക്രീനിലെത്തിക്കുന്നത്. അത് നമ്മളെ ഇതാണ് ഇവിടെ വിറ്റഴിക്കപ്പെടുള്ളൂ, ഇതിനാണ് ഇവിടെ മാർക്കറ്റുള്ളൂ എന്ന് പറയാതെ പറയുന്നുണ്ട് എല്ലാ മേഖലകളും. നമ്മൾ എന്നിട്ടും പറയും കറുപ്പിന് ഏഴഴകാണ്, കറുപ്പത്ര മനോഹരമാണെന്നൊക്കെ പറയും, അല്ലേ? ജാമ്യം കിട്ടിയപ്പം പിന്നെ വേടനെ തുറുങ്കിലടക്കാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ് അധികാര കേന്ദ്രങ്ങളിലെ ആലോചന. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ള പുലിപ്പല്ല് അവരെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ പിന്നെ അതിൽ കയറി പിടിക്കാമെന്ന് വിചാരിച്ച് അത് വേടൻ വേട്ടയാടി പിടിച്ചു എന്ന് വരെ വ്യാഖ്യാനിക്കപ്പെട്ടു. ഏതായാലും സമൂഹം മുഴുവൻ
വേടനോടൊപ്പമാണെന്നുള്ള തിരിച്ചറിവ് സർക്കാർ വേടനോടൊപ്പം നിന്നു. വേടന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ സമയത്ത് വേടൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, മക്കളെ, ഏട്ടനും ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയി, പക്ഷെ മക്കളത് അനുകരിക്കരുത്, ഏട്ടൻ ആ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. അതാണൊരു മനുഷ്യന് വേണ്ട മാനുഷികമായ ആദ്യത്തെ ഗുണം. തനിക്ക് തെറ്റ് സംഭവിച്ചെന്ന് അറിയുന്ന സമയത്ത് തിരുത്താൻ തയ്യാറാവുക എന്നുള്ളത്. ആ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വേടൻ നിന്ന് മറ്റേ സെലിബ്രിറ്റിയേക്കാളും അപ്പുറം ഔന്നിത്യത്തിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആരാണ് ഇവിടെ തെറ്റ് തിരുത്തിയിട്ടുള്ളത്? സമൂഹ മധ്യത്തിൽ നിന്ന് ജനങ്ങളാൽ സെലിബ്രിറ്റി ആയപ്പെട്ടവർ ആരെങ്കിലും തെറ്റ് സംഭവിച്ചതിന് ശേഷം എനിക്ക് തെറ്റ് പറ്റിപ്പോയി, പൊതുസമൂഹം എന്നോട് പൊറുക്കണം, ഞാൻ ആ തെറ്റ് തിരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഉണ്ടോ? ഒന്ന് കാണിച്ചു തരൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കി. തൻ്റെ നിലപാടുകൾ ആരൊക്കെയോ പൊള്ളിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിനറിയാം. എന്നിട്ടും താൻ ഇങ്ങനെ ഒരു കേസിൽ അകപ്പെട്ടിട്ട് പോലും തൻ്റെ പ്രവൃത്തി, താൻ ചെയ്യുന്ന ജോലി തുടർന്നു കൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനിയും പാടും, ഞാൻ ഇനിയും രചിക്കും, അനീതിക്കെതിരെ ഞാൻ പോരാടും, എൻ്റെ മരണം വരെ ഞാൻ പോരാടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. കാരണം അത് അദ്ദേഹത്തെ പറയിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രക്തമാണ്. കാരണം അദ്ദേഹം അനുഭവിച്ചതും അദ്ദേഹം നേരിട്ടതും ഇത്രയും തിക്താനുഭവങ്ങളായിരുന്നു സമൂഹത്തിൽ നിന്ന്. ആ അനുഭവങ്ങളാണ് അദ്ദേഹം തീയിൽ കുരുത്തവൻ വെയിലത്ത് പാടില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാട്ട് അല്ലേ, ഞാൻ പുലയനല്ല പാണനല്ല നീ തമ്പുരാനുമല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന പാട്ട്, അത് ഇത്രയും മനോഹരമായിട്ട്, അല്ലെങ്കിൽ അത് ഇത്രയും ജനങ്ങൾ ഏറ്റെടുത്ത് എന്തുകൊണ്ടാണ്? ഈ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സമൂഹം നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൂടാതെ ഇന്നും ഇതൊക്കെ പുറത്ത് പറയാൻ, ഇതൊക്കെ പറയാൻ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും അധികാരത്തെയോ മറ്റെന്തിനെങ്കിലുമൊക്കെ ഭയപ്പെട്ട് പറയാതെ ഹൃദയത്തിൽ ഭാരം പേറി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർ വേടനോടൊപ്പം നിൽക്കൂ. കാരണം അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വേട്ടയാടപ്പെട്ടവർക്ക് വേണ്ടി, ഇരകൾക്കൊപ്പം എന്നും എപ്പോഴും നിൽക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അത് എല്ലാ ആഗോളതലത്തിൽ, അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അദ്ദേഹം ഈ ലോകത്ത് എവിടെയൊക്കെയോ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ അവർക്കൊപ്പം തൻ്റെ വരികളിലൂടെ, തൻ്റെ പാട്ടിലൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു അതുല്യ കലാകാരനാണ് വേടൻ. ആ ഒരർത്ഥത്തിൽ വേടൻ ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരു വേടൻ മരിക്കപ്പെടുമ്പോൾ 1000 വേടന്മാർ ജനിക്കപ്പെടാൻ ഈ ഒരു വേടൻ മാത്രം മതി. കാരണം ഇദ്ദേഹം അത്രമാത്രം ജനങ്ങളിലേക്ക് സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്നാണ്. കാരണം ജനങ്ങൾ അസമത്വത്തിലും അടിമത്തത്തിലും ഉപങ്ങളിലൂടെ കടന്നു പോകുന്നവർ സ്വാഭാവികമായിട്ടും തനിക്കു വേണ്ടി വാളേന്തുന്നവനെ പിന്താങ്ങാൻ, കൂടെ നിൽക്കാൻ, ചേർത്ത് പിടിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. പലപ്പോഴും നേതൃത്വം മറന്നു പോകുന്നതും അതാണ്. അധികാര കസേരയിലെത്തുമ്പോൾ താഴേക്കിടയിൽ സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, നീതി നിഷേധിക്കപ്പെടുന്നതിന് വേണ്ടി, അസമത്വത്തിലൂടെ ജീവിക്കപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ നേതൃത്വം മറന്നു പോകുന്നിടത്താണ് ഇത്തരം വേടന്മാർ ജനിക്കപ്പെടുന്നത് എന്നുള്ളത് അധികാര കസേരകളിൽ ഇരിക്കുന്നവർ മറക്കാതിരുന്നാൽ ഇനിയും 1000 വേടന്മാർ ജനിക്കാതിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് വേടന്മാർ ഇനിയും ജനിക്കേണ്ടി വരും. കാരണം ഇപ്പോഴും നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ജാതിയും ജാതിവെറിയും വർണ്ണവെറിയും അസമത്വവും അനീതിയും ഈ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വേടൻ. ആ വേടനാണ് താൻ അനുഭവിച്ച വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്നത്, പാടുന്നത്, രചിക്കുന്നത്. അത് തടയിടാൻ മറ്റൊരാൾക്കും സാധിക്കില്ല എന്നുള്ളതാണ്. ഇന്നലെ വേടൻ സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ജനസാഗരങ്ങൾ ചുറ്റോട് ചുറ്റും നിന്ന് വേടൻ 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 എന്ന് വിളിച്ച് ആർത്തുല്ലസിച്ച് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു സന്ദർഭം നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. നീതിയും ന്യായമൊക്കെ പാവപ്പെട്ടവനും കൂടി അർഹിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് എന്നാണോ നമ്മുടെ ഭരണകൂടത്തിനുണ്ടാകുന്നത് അന്നേ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ഇടയിൽ സമത്വമുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. അല്ലാതെ പണമുള്ളവനൊരു നീതി, പണമില്ലാത്തവനൊരു നീതി, കറുത്തവനൊരു നീതി, വെളുത്തവനൊരു നീതി എന്നുള്ള ഈ നയങ്ങളൊക്കെ എന്നേ മാറപ്പെടേണ്ടിയിരിക്കുന്നു. വേടന് വേണ്ടി സംസാരിക്കാൻ ഒരു സെലിബ്രിറ്റിയും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. ചില ആളുകൾ പറഞ്ഞു എനിക്കവനെ പരിചയമേ ഇല്ല എന്ന്.
ഞാൻ കണ്ടിട്ടേയില്ല, ആ പാട്ട് ഞാൻ കേട്ടിട്ടേയില്ല. എനിക്കെൻ്റെ സംഗീതം മാത്രമാണ് ലഹരി, മറ്റൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എത്രമാത്രം അസൂയ നിറഞ്ഞ വാക്കുകളായിരുന്നു അത് അല്ലേ? തനിക്ക് മുന്നേ വളർന്നു പോകുന്ന ഒരു കൊച്ചു കലാകാരനെ അറിയില്ലെന്ന് പറയുമ്പോൾ അതിലെന്തോ ഞാനെന്തോ ആഭിജാത്യമുള്ളവനാണെന്നൊരു തോന്നൽ, താനെന്തോ ഒരു മഹാനാണെന്നൊരു തോന്നൽ ആ പറഞ്ഞ വ്യക്തിക്കുണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ മനഃപൂർവ്വം ആരുടെയും പേര് പറയാതിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുഞ്ഞിലെ വായിച്ച വായനയുടെയും നേടിയെടുത്ത അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ എന്നും മനസ്സാഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി ഒരാൾ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വേടനോടൊപ്പം കൂടെ നിൽക്കാൻ, വേടൻ്റെ ചില ചെയ്തികളോടുകൂടി വിയോജിപ്പുകളുണ്ടെങ്കിലും അത് തിരുത്താൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ നിറഞ്ഞ മനസ്സോടുകൂടി വേടനൊപ്പം, വേടൻ്റെ നിലപാടുകളോടൊപ്പം, വേടൻ പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രമേയത്തോടൊപ്പം അനീതിക്കും അന്യായങ്ങൾക്കും അടിമത്തത്തിനും അസമത്വത്തിനും ജീർണതക്കും ജാതിവെറിക്കും വർണ്ണവെറിക്കുമെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കാൻ വേടനെന്നും ശക്തി ഉണ്ടാവട്ടെ. ഒരു ശക്തിയായി ജനങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് അദ്ദേഹം വിശ്വസിക്കട്ടെ. ആ വിശ്വാസം നിലനിർത്താൻ നമുക്കും സാധിക്കട്ടെ. എന്താ പറയുക, കൂരമ്പുകൾ പോലെ തറക്കുന്ന വാക്കുകൾ കൊണ്ട്, വരികൾ കൊണ്ട് ഇതിന് പോരാടാൻ ഇനിയും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വേടനൊപ്പം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.